റബ്ബർ വെട്ടി വെട്ടി ഇപ്പൊ അവിടെ ഒരു വീട് വെച്ചു. ഓടിട്ട പേരയൊക്കെ കെട്ടിച്ച് എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് തീർത്തിട്ട് ഓടുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ ഡിസൈൻ ഞാൻ. ഞങ്ങള് എന്താ ലോഡിങ്ങിന്റെ പരിപാടിയായിരുന്നു. അരിന്റെ കടയിൽ അരിച്ചാക്ക് കയറ്റുന്ന പരിപാടിയായിരുന്നു. പോട്ടർമാരായിരുന്നു. പിന്നെ വീട് പറഞ്ഞ സ്ഥലം വാപ്പ വാങ്ങിയ സ്ഥലമാണ്. അതിലാണ് ഞാൻ വീട് വെച്ചത്. കുറെ ഞാന് എന്താ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എത്ര വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ആണ് ഈ ഒരു വീട്? ഇപ്പൊ ഒരു 3 വർഷം ആയി പണി തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ മൊത്തം എത്ര ബഡ്ജറ്റ് ആയി ഇത് ചെയ്തെടുക്കാൻ? മൊത്തം അത് പ്രമോഷൻ അല്ലാതെ കേട്ടോ, എന്റെ പൈസ ചെലവാക്കിയത് അത്ര ആയിട്ടുണ്ട്. ലക്ഷ്യം ഒരു നല്ല വീട് എന്നുള്ളത്. അപ്പൊ നല്ല വീട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്തായാലും അതിനുള്ള ക്യാഷ് വേണമല്ലോ. അപ്പൊ അന്നൊന്നും വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാരല്ലേ, അപ്പൊ ഇവരെ കുടുംബക്കാരായാലും ആയാലും എല്ലാരും ഇവരെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. അവരങ്ങനെ പോയി കഴിഞ്ഞാല് പിന്നെ അവനക്ക് കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ഇവർക്ക് പേടിയാവും. പിന്നെ ഇങ്ങനെ വരുമാനമൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടാണ് എല്ലാരും നിർത്തിയത് ഈ പറച്ചില്. ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ല? ഹെൽപ്പ് ഒന്നുമില്ല. ഇല്ല. അതിന് ശേഷം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീട്ടിലായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് ഹെൽപ്പ് ആക്കരാം, എല്ലാത്തിനും ഇതാണ്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇട്ട് കുടിച്ചിട്ടില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനി ഒരു ഹോം ആണോ, ഒരു റിസോർട്ടാണോ, ഒരു പഴയ തറവാടാണോ, എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം അത് അറിയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ആരുടെ വീടാണ്, ആരാണ് ഇത്രയും ഭംഗിയുള്ള ഒരു വീട് ഇവിടെ വെച്ചത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു പഴയൊരു തറവാടിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരുടെ വീടാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഞാൻ അവരെ വിളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിത്ത് യുവർ പെർമിഷൻ ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് വരുമ്പോൾ, അതും റീസെൻ്റ്ലി ഹൗസ് വാമിങ് കഴിഞ്ഞൊരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി ഗിഫ്റ്റ് എടുക്കാൻ. ബട്ട് എൻ്റെ കയ്യിലൊരു മാജിക് ഉണ്ടാവും. ഗിഫ്റ്റോടെ കേട്ടോ, ഞങ്ങൾ ഫുൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഇത് ആരുടെ വീടാണ്, ഇവരെങ്ങനെയാണ് ഈ വീട് വെച്ചത് എന്നുള്ള എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ നമുക്കറിയാം. വിളിക്കട്ടെ, വീട്ടുകാരെ ഇറങ്ങി വരൂ. ഹായ് ഹായ്, കൺഗ്രാറ്റുലേഷൻസ്, വെൽക്കം. എന്താ വെയിറ്റ് പോരല്ലോ? അയ്യോ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. കാരണം ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടൊക്കെ പണിതൊരു വീടാണ് അല്ലേ? ഞാനിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ എല്ലാ ആളുകളും വിചാരിക്കും ഇതൊരു ട്രഡീഷണൽ വീടാണോ, തറവാടാണോ, നാലുകെട്ട്, ഇതിനുള്ളിൽ നാലുകെട്ടാണോ എന്നൊക്കെ കുറെ ഡൗട്ട് ഉണ്ട്. പക്ഷെ അതൊക്കെ അറിയുന്നതിന് മുന്നേ നമുക്ക് പുറത്ത് കുറെ കാണാനുണ്ട്. ശരിക്കും ഇങ്ങോട്ട് കയറി വരുമ്പോൾ വീടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു നമ്മളിങ്ങനെ സ്റ്റേക്കേഷനൊക്കെ പോകുന്ന റിസോർട്ട് അങ്ങനത്തെ ഒരു വൈബാണ്. ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പടിക്കെട്ടിൽ തന്നെ ഒരു വലിയ പേരൊക്കെ ഉണ്ട്, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ, വരും. ഇവിടെ ആദ്യം റബ്ബറായിരുന്നു. ഈ സ്ഥലത്തോ? മേലെ എപ്പോഴും റബ്ബറാണല്ലോ. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഞാന് റബ്ബർ വെട്ടാൻ വന്നിരുന്നു ഇങ്ങോട്ട് ഇവിടെ. ഓക്കെ. അവസാനം വാപ്പ നിർത്തിച്ചു. അതെന്താ? റബ്ബർ കേടരിലോടത്തി വെട്ട് ശരിയില്ലാണ്ട്. വെട്ടാൻ അറിയാത്തോണ്ടല്ലേ? പക്ഷെ റബ്ബർ വെട്ടി വെട്ടി ഇപ്പൊ അവിടെ ഒരു വീട് വെച്ചു. ഇതാണോ ആ പറഞ്ഞ 1 ഏക്കർ സ്ഥലം? ഓക്കെ. അതില് വാപ്പ 20 സെന്റ് തന്നു. അതിലിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1500-ന്റെ മുകളിലുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് വീട്ടിന്റെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഏറ്റവും മേലെ ഇത് വുഡല്ലേ? വുഡിൽ തന്നെ വീട്ടുപേര് വെച്ചിട്ടുണ്ട്. എന്താണത്?
കൊളക്കട വീട്. കൊളക്കട വീട്. ഞങ്ങളെ എന്താ വീട്ടുപേരാണിത്. ആ, തറവാട്ട് വീട്. ഓക്കെ. ഈ ലാബൊക്കെ വർക്ക് ചെയ്യുന്നല്ലേ? ഷോ പീസ് ആണോ? എന്ത് ഇത് രണ്ടും? ഷോപ്പ് അല്ല, ഷോ പീസ് അല്ലല്ലോ, വർക്ക് ചെയ്യുന്നല്ലേ? വർക്ക് ചെയ്യണ. ഓക്കെ. ഈ ഗേറ്റ് നമുക്കിപ്പം ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ഇവിടെ തന്നെ ഒരു മെയിൻ ഇതൊക്കെ ശരിക്കും കാണുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ തറവാട്ടിലേക്ക് പോകുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഗേറ്റിലേക്ക് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണോ? അതെ അതെ. എന്താ അപ്പൊ ഈ ഒരു റിമോട്ട് ഗേറ്റ്? എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലേ ഇത് ആക്ച്വലി. വണ്ടി വരുമ്പോ നമുക്ക് വന്നിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നും. ഇതൊരു സാധാ മോഡൽ ഗേറ്റ് ചെയ്തതാണ്. പിന്നെയാണ് എനിക്ക് റിമോട്ട് ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഇതിന്റെ ഗേറ്റ് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നല്ല. പിന്നെ ഈ ഒരു വീടിനനുസരിച്ചിട്ടുള്ള ഒരു പഴയ മോഡലിലെ ഗേറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം ഈ ഒരു ട്രഡീഷണൽ പുറമേ നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഒരു നില വീടല്ലേ, അപ്പം എന്താ മേലേക്ക് എടുക്കാൻ? സാധാരണ ഇപ്പൊ എല്ലാവരും 2 നില 3 നിലയൊക്കെയാണ് നോക്കുന്നത്. ഇത് 2 നില ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടൂല. കാരണം ശരിക്കും ഇത് ഒന്നുകൂടി പരത്തി എടുക്കുക വേണ്ടത്. ഒരു 3000 സ്ക്വയർ ഫീറ്റിലൊക്കെ ചെയ്യണം, എന്നാലാണ് ഒന്നുകൂടി ഭംഗി കിട്ടുക. അല്ലാതെ 2 നില കയറ്റി കഴിഞ്ഞാൽ ആ ഒരു രസം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ചെയ്തത്. കൂടുതലും നമുക്ക് മുറ്റത്തിന് വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഇനി ഇവിടെ ഒരു വീട് വെക്കാനുള്ള പ്ലാനിങ് കൊടുത്തതാണോ? അല്ല, എനിക്ക് ഇത്രയും വലിയ മുറ്റം വേണമെന്നുണ്ടായിരുന്നു. കൊറേ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി നടക്കാനൊക്കെ. ഓക്കെ. എന്താ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് കാണുമ്പോ നമ്മൾ ഇനി തേക്കാത്ത ആദ്യം വാർത്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇൻഡസ്ട്രിയൽ വർക്ക് എടുത്തതാ. ഓക്കെ. ഈ മതിലൊക്കെ അതൊക്കെ ചെങ്കൽ തന്നെയാണ്. അത് പോളിഷ് ചെയ്തതാണ്. ഇതിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് ഏതാ? അപ്പോ ഈ പുറത്തെ ഫ്രെയിം ഒക്കെ? പുറത്തെ ഫ്രെയിം എന്താ വുഡല്ല, ഇതാണ് ഈ മരത്തിന്റെ പെയിന്റ് അടിച്ചതാണ്. അത് കോൺക്രീറ്റ് ചെയ്താണ്. ഓ, അടിപൊളി. അപ്പം ഈ ഒരു ഓട് ഇട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയക്കാരുടെ ആയിരുന്നു? അത് ഇന്ത്യ തന്നെ ആയിരുന്നു. പിന്നെ എന്താ ഓടിട്ട പേരേക്കൊക്കെ ഇട്ടിച്ച് എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് തീർത്തിട്ട് ഓടുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ ഡിസൈൻ എന്ന് ഞാനും കരുതി. പരാതി ഉണ്ടായിട്ട് ആദ്യം ഓടിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. ഓൾക്കല്ല, വേറെ കുറെ ആൾക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു. ശരി. ഇത് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നപ്പോഴേ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? വീട് അല്ലെങ്കിൽ ഇത്ര വേണം ഇങ്ങനെ വേണം എന്നൊക്കെ? സ്ക്വയർ ഫീറ്റ് കൂടുതലാക്കാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാനാണ് കുറച്ചത്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ബഡ്ജറ്റും ഒക്കെ നമ്മൾ നോക്കണല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് സ്ക്വയർ ഫീറ്റ് കുറച്ചത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്ര അങ്ങനെ പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അരികോടോണിൽ തന്നെയാണ് അന്ന് വീഡിയോ ചെയ്യണുണ്ട് തന്നെ ഉള്ളൂ തുടങ്ങിയപ്പോഴൊക്കെ. പിന്നെ കുറച്ചൊക്കെ ധൈര്യം വന്നപ്പോഴാണ് കുറച്ച് ഐറ്റംസുകളൊക്കെ വന്നത്. ആദ്യം ഒരു സാധാരണ ഒരു വീട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു മോഡലിനെ ചെയ്യുമെന്ന് കരുതിയിരുന്നു. ഇങ്ങനെ മുറ്റം ഇതൊക്കെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അത് നടക്കില്ല എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത് ഈ ഒരു പാറ കഷ്ണം എന്റെ തറവാടിന്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഞാനത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ഇത് ഗാർഡൻ സെറ്റ് ചെയ്ത അതിന്റെ ഒരു സുഹൃത്തുണ്ട്, ജംഷാദ്. അപ്പൊ അവനാണ് എന്താ ഈ ഒരലുണ്ടോ ചോദിച്ചു വീട്ടില്. അപ്പൊ വാപ്പ പറഞ്ഞു അവിടെ വെറുതെ കിടക്കാണ്, കൊണ്ടേക്ക് പറഞ്ഞു. അങ്ങനെ ഒരല് വെച്ചിട്ട് പിന്നെ ഈ സാധനം അവര് കട്ട് ചെയ്തിട്ട് തന്ന. ഇത് ചതുരത്തിലുള്ള പീസായിരുന്നു, അത് റൗണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈവനിങ് ഒക്കെ ഒരു ചായയൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ഒരു വൈപ്പായിരിക്കും അല്ലേ? അപ്പൊ എത്ര വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ആണ് ഈ ഒരു വീട്? ഇപ്പൊ ഒരു 3 വർഷം ആയി പണി തുടങ്ങിയിട്ട്. 3 വർഷം എടുത്തു. ഇത് റംബൂട്ടാനല്ലേ? ഇത് ഇത്ര ചെറിയ ഹൈറ്റിലെ റംബൂട്ടാൻ വരും? അങ്ങനെ ബഡ് ചെയ്താണെങ്കിൽ വരും. അപ്പൊ ഒരു 3 വർഷം കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു? കാരണം ഒരു വീട് പണി എന്ന് പറയുമ്പോഴേക്കും ഒരു ചില്ലറ പരിപാടിയല്ല. നമ്മള് ഒരുപാട് നമുക്ക് അതിൽ വേഗം താമസിക്കാൻ പൂതിയാവും. പക്ഷെ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അതിന്റെ ഇടയിൽ? ഇതൊന്ന് തീർത്ത് എടുക്കുന്നതിന്റെ ഇടയിൽ കുറെ എന്തൊക്കെ സ്ട്രഗിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒരുപാട്. ഇവര് ക്യാഷ് ഇറക്കും നോക്കണ ആള് ഞാനും. ഓല് ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോവും. അപ്പൊ എനിക്ക് പണിക്കാരെ നോക്കാനോ ഇതിനൊന്നും പറ്റൂല. അപ്പൊ ഞാനും ഇങ്ങനെ പറയും, അവര് അത് ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് അവളെ പറഞ്ഞേക്കും. അപ്പൊ അവള് സ്കൂട്ടി എടുത്തിട്ട് വരും.
പിന്നെ അവർക്ക് എന്താ കള്ളപ്പണി എടുക്കുക എന്നൊക്കെ പറയിച്ചാലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യണോല് ചെയ്യട്ടെ എന്ന് ഞാനും കരുതി. അല്ലാതെ ഇവരിങ്ങനെ പണിയെടുക്കുമ്പോ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാന് നമുക്ക് ഒഴിവും കിട്ടൂല. അപ്പൊ പിന്നെ പക്ഷെ അങ്ങനെ എല്ലാരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ കേട്ടോ പണിയെടുത്തിട്ടുള്ളത്. പിന്നെ അധികം ഞാൻ കരാറാണ് ചെയ്യല്, കൂലിക്ക് ചെയ്യാറില്ല. കാരണം അല്ലെങ്കിൽ അവർ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ നമുക്ക് ഒഴിവും കിട്ടണ്ടേ. അതെ അതെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ? ഈ ഫുള്ള് വീട് പണി തുടങ്ങി അന്ന് മുതൽ പാല് കാച്ചല് കയറി താമസം വരെ അത് നിഴല് പോലെ കൂടെ നിന്നതാരായിരുന്നു? അങ്ങനെ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടാൾ തന്നെയാണ് ഫുള്ളായിട്ട് ഇതായിക്കണത്. അല്ലാണ്ട് മൂന്നാമതൊരാള് ഇല്ല. കാരണം ഫാമിലിയില് അധികം വേറെ ആരും ഇല്ല, ഒറ്റ മോനാണ്. അതുകൊണ്ട് പിന്നെ വേറെ ആരും സഹായിക്കാനൊന്നുമില്ല, ഞങ്ങൾ രണ്ടാളും തന്നെയാണ്. ഞാന് ചെറുത്, പിന്നെ എന്റെ മൂത്ത് 2 ഏട്ടത്തികളാണ്. അവരൊക്കെ കെട്ടിച്ച് അവരവിടേക്കാരം. അപ്പൊ ഞങ്ങൾ തന്നെ വന്ന് ഞാൻ എന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു 5 മണി 6 മണിക്കൊക്കെ കഴിയും. അപ്പൊ ഞാൻ എവിടെയും കൂട്ടിയിട്ട് വരും. ഞങ്ങൾ തന്നെയാണ് ഫുള്ള് ചെയ്തത്. അല്ലാതെ മൂന്നാമതൊരാളെ ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇതാണല്ലേ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആ ഒരു സ്പേസ്. ഇത് പിന്നെ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഓ, ഇത് വാങ്ങിയതാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ തൂണിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ട്രഡീഷണൽ തറവാട്, ഒരു പഴയൊരു തറവാടിൻ്റെയൊക്കെ ഒരു ഐഡിയ ആയിരുന്നു. ഈ തൂണ് ഇങ്ങനെ തന്നെ വേണം, നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഡിസൈനിൽ തന്നെ വേണമെന്ന് തോന്നിയത് എന്താ? സാധാരണ റൗണ്ട് ടൈപ്പിലാണ് ഈ തറവാട് ലുക്കിലുള്ളതൊക്കെ. അത് എന്റെ കാർ ഷെഡ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ തൂണുകളൊക്കെ. ഇത് ഞാൻ വേറൊരു വീടുമ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോൺട്രാക്ടറും എനിക്ക് ആ വീട് കാണിച്ചു തന്നു. അപ്പൊ അവിടെ ചെയ്ത് സത്യം പറഞ്ഞാൽ ഇത് 2 ഫില്ലറാണ്. എന്താ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ വാർത്തുണ്ടാക്കിയ ഇതൊരു ഫില്ലർ. ഇവിടെ ഒക്കെ അടിവരെ 2 ഫില്ലറായിട്ടാണ്. ഇതൊക്കെ പിന്നെ അവര് മൂടിയതാണ്. അങ്ങനെ ഉണ്ടാക്കണം, എന്നാലേ ഈ ഡിസൈൻ നടക്കുള്ളൂ എന്ന് ഇത് ഉണ്ടാക്കുന്ന ടീം പറഞ്ഞു. ഒറ്റപ്പാലത്തിലൊരു ടീമാണ് ഇത് ചെയ്തത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ എന്ത് മെറ്റീരിയലാ യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് എന്താ ടൈലുമാര് അവര് കട്ട് ചെയ്ത പീസാണ്. സാധാ കല്ലെന്നെ കട്ട് ചെയ്ത പീസ് നമ്മൾ വാങ്ങിയതാണ്. ഇവിടുന്ന് മുതൽ ഇത് വരെ കേട്ടോ. പിന്നെ ഇത് നമ്മൾ കണ്ണൂർ കല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ചുമരുമൊക്കെ കണ്ണൂർ കല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അവരിങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്തുണ്ടാക്കിയതാണ്. ഒരു ഗ്രൈൻഡർ കൊണ്ട് ഇരുന്ന് ചെയ്തതാണ്. ഓ, ഓക്കെ ഓക്കെ, അടിപൊളി. മൊത്തം കണ്ണൂർ കല്ലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അതെ അതെ. ഇത് ഫുള്ള് എന്തുകൊണ്ട് ഈ ഒരു കണ്ണൂർ കല്ല് തന്നെ ചൂസ് ചെയ്യാൻ? അവിടുത്തെ കുറച്ച് നല്ല സാധനമാണെന്ന് പറഞ്ഞു കോൺട്രാക്ടറിന്. അപ്പൊ അവിടുന്ന് അങ്ങനെ കൊടുന്ന്. പിന്നെ എന്താ ഇത് പടവ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കഴുകണം. കഴുകിയിട്ടാകുമ്പോഴത്തെ ചളിയൊക്കെ കളഞ്ഞിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് പിന്നെ ആവുമ്പോ ഒന്ന് മെഷീൻ ഓടിച്ചിട്ട് പോളിഷ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഓ, നമ്മൾ കാണുന്ന പോലെ അല്ല, കുറെ പണി ഉണ്ട് ഇതിന്റെ പുറകിലല്ലേ. അപ്പൊ റൂഫിന് വേണ്ടിയിട്ട് റൂഫ് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്താ വാർത്തിട്ട് അതിന്റെ പോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് എടുത്തു. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ആട്ടുകട്ടിൽ അല്ലെ? ആട്ടുകട്ടിലല്ലേ പറയാ? ഇത് ആരുടെ ഐഡിയ? കാരണം ഇതും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇതൊരു ഫുൾ ആയതല്ലേ ഈ ഒരു ലുക്ക്. അല്ല, ഇതില്ലായിരുന്നെങ്കിൽ ഒരു മിസ്സിങ് ആയിരിക്കും. ഇത് ആദ്യം ഞാൻ ഉള്ളിലാണ് കരുതിയിരുന്നത്. അപ്പൊ ഉള്ളിൽ ഒരു തടസ്സമായിട്ട് തോന്നി. അവിടേക്ക് ഉക്കൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പൊ പിന്നെ ഇത് ആട്ടുകട്ടിലിന്റെ ടീം വന്നിട്ട് പറഞ്ഞു നമുക്ക് പുറത്ത് ചെയ്ത് കഴിഞ്ഞാല് ഒന്നുകൂടി ഭംഗി കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനിവിടെ ഒരു സിറ്റ് ഔട്ട് ബെഞ്ചാണ് കരുതിയിരുന്നത്. പക്ഷെ ഇതാ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ. അപ്പൊ മൊത്തം എത്ര ബഡ്ജറ്റ് ആയി ഇത് ചെയ്തെടുക്കാൻ? മൊത്തം ഒരു 60 ആയിട്ടുണ്ടാവും ടോട്ടൽ. അത് മുറ്റം പണിയൊക്കെ അടക്കട്ടോ. മുറ്റം, മതില്, തറ, JCB വന്ന കണക്കൊക്കെ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത്ര ആയിട്ടുണ്ട്. അതില് അത് പ്രമോഷൻ അല്ലാതെ കേട്ടോ എന്റെ പൈസ ചെലവാക്കിയത് അത്ര ആയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രമോഷൻ ആയിട്ട് കിട്ടിയത് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് കൂട്ടുകയാണെങ്കിൽ അതിന്റെ മേലേക്ക് വരും. ഓക്കെ. നമുക്ക് എന്തായാലും പുറത്തുനിന്ന് നമ്മളിപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്, ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ എന്താണ് നാലുകെട്ടാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അകത്തേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഈ ഫ്രണ്ട് ഡോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏതാ വുഡ്? ഇത് പ്ലാവാണ്. പ്ലാവാണ്. ഓക്കെ. ഇതും എല്ലാം കറക്റ്റ് ഒരു തറവാടിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ട് ബെല്ലിന് പകരം യൂസ് ചെയ്തതാണ് ഇത്. ഡോറിന്റെ ഡോർ അപ്പൊ ഏത് തടി വെച്ചാ ചെയ്തേക്കുന്നത്? ഇതില് ഡോറ് പ്ലാവാണ്. ഈ കട്ടില ഇരുള് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്തോനേഷ്യന്നൊക്കെ വരുന്ന ഒരു സാധനമാണ്. അത് കോഴിക്കോടിലൊരു ടീമാണ് ഇതിന്റെ കട്ടില ചെയ്തത്. ഈ പ്ലാവിന്റെ വാതില് ഇവിടെ ഉള്ള ഒരു ആശാരി മണിയേട്ടൻ എന്ന് പറയും, അയാള് ചെയ്തതാണ്. ഓക്കെ. ഇതൊക്കെ ഇത്രയും വലിയൊരു
ഈ ഓടാമലൊക്കെ അയാള് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ കൊറേ ആൾക്കാര് ഈ മണിച്ചിത്രത്താഴ് മോഡല് ചെയ്യണുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ അടി വരണ്ടാവും. അപ്പൊ അതൊരു 10 കൊല്ലായിട്ട് ഇപ്പൊ അതന്നെയാണ്. അപ്പൊ എന്തേലും എനിക്കൊരു സിമ്പിൾ ആയിട്ട് മതിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനമൊക്കെ ആ പണ്ട് ബെല്ലിന് പകരം ഇങ്ങനെ മുട്ടിയിരുന്ന സാധനമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാല്ലേ. അപ്പം ഇതാണ് പുതിയ വീട്. എത്ര നാളത്തെ ഒരു സ്വപ്നമായിരുന്നു? ഇതിപ്പോ എന്താ പരിപാടി തുടങ്ങിയിട്ട് 3 വർഷമായി. അങ്ങനെ എന്താ എനിക്ക് പിന്നെ വേറൊരു വീട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിക്ക് മാറണമെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അല്ലെങ്കിൽ ഞാൻ ആ വീട് തന്നെ ഒന്ന് പുതുക്കി പണിയണമെന്ന് കരുതിയത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് റൂം അല്ലേ? അതെ. ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ഈ വോളാണ്. ഇത് പെയിന്റ് ആണോ? ഇതെന്താ? അത് മാർബിളിന്റെ തരിയാണ്. പക്ഷെ അതുകൊണ്ട് വാൾപേപ്പർ ചെയ്യണ ഒരു ടീം ചെയ്ത് മഞ്ചേരിയിലുള്ള ടീം. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു വീട് മൊത്തം ഒരു തിളങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഒരു കളർ സെലക്ഷൻ? ഒരു ലൈറ്റ് കളർ ആണല്ലോ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ധൈര്യം എവിടെ നിന്നായിരുന്നു? അത് വൈഫാണ് കൂടുതൽ സെലക്ഷൻ. ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വൈഫാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ പുറത്തത്തെ ഒരു വരാന്ത മോഡല് ഓട് അതൊക്കെ എൻ്റെ ആണ്. ഈ ഉള്ളിലത്തെ അധികം അവളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ പുറമേ നോക്കുമ്പോ ഒരു തറവാട് ലുക്ക് ആണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം ഭയങ്കര ഒരു മോഡേൺ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഉള്ളില് പുതിയ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുറത്ത് മാത്രം തന്നെ ഉള്ളൂ. ആളുകൾ വിചാരം ഉള്ളിലും എന്താ 4 കെട്ടായിരിക്കോ അങ്ങനെയൊക്കെ. അതേപോലെ ഈ കല്ല് തേക്കാത്ത മോഡൽ തന്നെയാണോ ഉള്ളിൽ എന്നാണ് അവരെ കരുതിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വോളാണ്. ഇനി ഉള്ളിൽ എന്തൊക്കെയാന്ന് നമുക്ക് അറിയില്ല. ബട്ട് ഇതുവരെ കയറിയതിൽ ഞാൻ എത്ര റെഡി ആവാൻ കയറിയായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഈ ഒരു വോളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന വേറൊന്നാണ് വീടിന്റെ ലൈറ്റ്സ്. അന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാ എന്ന് വെച്ചാൽ ഭയങ്കര വലുതെന്നല്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ഇതൊക്കെ എവിടുന്ന? ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയ കേട്ടോ. ആണല്ലേ? അപ്പൊ അത് എടുത്തെടുത്ത് പറഞ്ഞു. ഇത് എവിടെന്നാ വാങ്ങിച്ചപ്പോ? ഇത് പെരിന്തൽമണ്ണ തന്നെ മേടിച്ചത്. അങ്ങനെ 2-3 കടയിൽ നിന്നായിട്ട് അങ്ങനെ മേടിച്ചാണ് ഓരോരോ ലൈറ്റുകൾ. 3 കടയിൽ നിന്നായിട്ട്. ഏറ്റവും കൂടുതൽ എത്ര രൂപ വരെ ചെലവാക്കി ലൈറ്റിന് വേണ്ടി മാത്രം? ലൈറ്റിന് ഇപ്പൊ ഒരു കടയില് 25,000, വേറൊരു കടയില് അങ്ങനെ ഏകദേശം 15, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ എത്രയാന്ന് കറക്റ്റ് കണക്ക് ഓർമ്മല്ല. ഓക്കെ, കൂടുതൽ ഇവിടെയൊക്കെ വുഡ് അല്ലേ യൂസ് ചെയ്തേക്കുന്നത്? ഒക്കെ പ്ലൈവുഡ്. നമ്മള് ലിവിങ് ഏരിയയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കെന്നാ ആ ഒരു ഭാഗത്തേക്ക് പോവാം. അപ്പം ഇതാണ് ഡൈനിങ് ഏരിയ. എനിക്ക് തോന്നുന്നു ഡൈനിങ് ഏരിയ തന്നെ ഒരു മ്യൂസിയം വൈബുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഞാൻ എവിടെ തുടങ്ങണം? നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 8 സീറ്റർ ഡൈനിങ് ടേബിൾ. ഇത് മാർബിൾ ആണ്. ഇത് മാർബിൾ. അവിടെ ഒരു ഫൈറ്റർ അല്ലേ? ഫൈറ്റർ ഫിഷ് ഒക്കെ ഉണ്ട്. പറ നിങ്ങളുടെ വീടായത്. അപ്പൊ എന്താ ഇത് നിലമ്പൂര് ബുറി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചല്ല, അത് കൊളാബാണ്. ആളുകൾ ഇങ്ങനെ പറയേ അല്ല നീ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നും ഇല്ലേ. ഇപ്പൊ ഞാൻ പറയാം, അപ്പൊ നിന്റെ അടുത്ത് ഇപ്പൊ 1 കോടി രൂപ ഉണ്ട്. ഒരാള് ഒരു 10-50,000 റുപ്യന്റെ ഒരു സാധനം വെറുതെ തരുമ്പോ ഇന്റെ അടുത്ത് വേറെ പൈസ ഉണ്ട് നമുക്ക് പറയാൻ തോന്നുന്നു? ഇല്ല. നമ്മള് വെറുതെ ഫ്രീ കിട്ടുക മലയാളികൾക്ക് അതൊരു വികാരാണ്. പിന്നെ അവരുടെ സ്നേഹത്തിൽ തരുന്നതല്ലേ. അവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്ക പകരം അവർക്ക് കുഴപ്പമില്ല. എന്നിട്ട് ആൾക്കാരിങ്ങനെ പറയും ഫുള്ള് കൊളാബാണ്, അതാണ് ഇതാണ്. എന്നാ തന്നെ കുറെ ലക്ഷം റുപ്യ പൈസ ആയിട്ട് തന്നെ ചെലവായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മാത്രമേ കൊളാബായിട്ട് കിട്ടൂ. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഓക്കെ, അതാണ് ഒരു വെറൈറ്റി ഡിസൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒരു ആന്റിക് പീസ് പോലെ ഉണ്ട്. ഈ ഫാൻ ആണെങ്കിലും പിന്നെ അവിടെ വേറൊരു സാധനം ഇരിക്കുന്നുണ്ട്. അതാണെങ്കിലും ഇതില് സാധാരണ എന്താ വാൾ ഫാനിന് 3000 റുപ്യൊക്കെ ഉള്ളൂ. ഇതിന് 16,000 റുപ്യാണ്. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു ലുക്കിനായിരിക്കും. സാധാരണ പറഞ്ഞാല് ആ കൂടിന്റെ ഉള്ളിലായിട്ടില്ല, ഗ്രില്ലിന്റെ ഉള്ളിലായിട്ടുള്ള ആ സംഭവമാണ്. അപ്പൊ അതാണെങ്കിൽ ഞാൻ ഫാനെ ഫിറ്റ് ചെയ്യണില്ല എന്ന് കരുതി. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടപ്പോ അങ്ങനെ വാങ്ങിയത്. ഇതിന് വേണ്ടിട്ട് തപ്പി കണ്ടുപിടിച്ചതാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കടയിൽ? അല്ല, ഇലക്ട്രീഷ്യന് ഫോട്ടോ വിട്ടെന്നിരുന്നു ഞാൻ. അയാള് ഇങ്ങനെ ഒരു കടയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ചെയ്തതാ. ഇതൊക്കെ ആരുടെ ഐഡിയ ആണ്? ഇത് ലൈറ്റില് കൂടുതൽ ഈ കളേഴ്സ് ഉള്ളിലേക്ക് കയറും, അങ്ങനെയാണോ? അല്ല, അതിങ്ങനെ വേറെ കാണും, രാത്രി ഇങ്ങനെ കാണും. ഉള്ളിക്ക് കളർ കയറൊന്നുമില്ല. സൺലൈറ്റ് ഇങ്ങോട്ടേക്ക് പല കളറായിട്ട് ഇങ്ങോട്ടേക്ക് കയറും ഇതിലൂടെ.
ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഈ കളർ സാധനം ഈ ഒരുപാട് പഴയ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പച്ചാച്ചോ. അത് ഞാന് ഇങ്ങനെ കുറെ അന്വേഷിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിയതാ. പക്ഷെ ഇത് രസമുണ്ട്. സാധാരണ ഇങ്ങനല്ല വരിക, അവര് ഇത്ര പോകുന്ന കള്ളികളാക്കാരം. ഇവിടെ ഒരു പീസ്, ഇവിടെ ഒരു പീസ്, അങ്ങനെ പല കളറിലായിട്ട് പഴയ പടത്തില് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഒട്ടിച്ചൊരു ഫീല് ശരിക്കും മനസ്സിലാവും. പക്ഷെ ഇതിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത് ഒറിജിനൽ തന്നെയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ലൈറ്റിനെ കൂടി പറയാം. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെറൈറ്റി ലൈറ്റ്. ഇത് കൊളാബാണോ? അല്ല, ലൈറ്റുകൾ ഫുള്ള് പൈസ കൊടുത്ത് കാശ് എടുത്ത് വാങ്ങിച്ചതാ. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇത് കാർഡ് സെലക്ഷനാ? അതൊക്കെ വൈഫിന്റെ എല്ലാം അന്ന് നമുക്ക് വൈഫിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി. ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ എന്റെ കണ്ണ് ആദ്യം പോയത് ഈ ഒരു ഐറ്റത്തിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത് ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ വാങ്ങിയത്? ഇത് ഗിഫ്റ്റ് കിട്ടിയാണ്. ഞാൻ ലാസ്റ്റ് ദുബായി പോയിരുന്നു. അപ്പോൾ അവിടെ ദാരയില് ഞങ്ങള് റൂമിന്റെ അടുത്തുള്ളൊരു കൂട്ടുകാരുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ. പിന്നെ അവൻ നാട്ടിൽ വന്നപ്പോ ഞാൻ അവനെ ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചു. അപ്പൊ അവൻ വാങ്ങി തന്ന നിയാസ് എന്ന പേര്. ഓക്കെ, പക്ഷെ നിയാസിന്റെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഇതും ഈ ലൈറ്റും ഈ ഫാൻ ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ആന്റിക് കോർണർ ആയിട്ട് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ക്ലോക്ക്, 24-ലേക്ക് ക്ലോക്ക് വരാം കൊള്ളാം. പക്ഷെ ഇവിടെ നോക്കുമ്പോ തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ലുക്ക് ഉണ്ടാവും, നമുക്ക് കിച്ചണിൽ എന്താ നടക്കുന്നതെന്നും കാണാൻ പറ്റും. കിച്ചണിൽ ഇവിടെ ഹെൽപ്പ് ഒന്നും ചെയ്യില്ല അല്ലേ? സംസാരിച്ചിരിക്കല് മാത്രമേ ഉള്ളൂ. അവൾ അവിടുന്ന് ഇങ്ങനെ വെച്ചുതരും, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കും. കഴിഞ്ഞ പാത്രം അവിടെ വെച്ചു കൊടുക്കണം. വൈഫ് എടുത്ത് കഴുകും. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ഹെൽപ്പ് ചെയ്യാറില്ല? അപ്പോ ഹെൽപ്പ് ഈ വീട്ടിൽ വന്നിട്ട് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ നോമ്പായിട്ട് ഞാൻ ആ കുഴങ്ങി. ഈവനിങ് ഹെൽപ്പ് ചെയ്യാലോ? നീ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പറയാ എന്തൊക്കെയായിരുന്നു പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പരാതി. അപ്പൊ എന്തായാലും പരാതി തീർത്തു കൊടുക്കും. ഇവിടെയുണ്ട് ലൈറ്റ്, പുറത്ത് ചെടി നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓ വാ വാ, വളരെ നല്ല. ഇത് ഇവിടെയും ലൈറ്റ്സ് ഉണ്ട്. ഇത് രസമുണ്ട്, ഒരു ഗ്ലോബ് പോലെ ഉണ്ട്. കൊള്ളാം. എനിക്ക് തോന്നുന്നു ലൈറ്റിന് വേണ്ടി കുറെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കാരണം ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റ് വേറെ എവിടെയും കാണരുതെന്ന് നിർബന്ധമുള്ള പോലെ. ഈ സാധനം അവള് എവിടെയും കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. കാരണം അതൊക്കെ പിന്നെയും വേറെ കുറെ സ്ഥലത്തുണ്ട്. അതിന്റെ പല ഡിസൈൻസ് പല സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഒരുപാട് ഹോം ടൂർ ചെയ്ത എക്സ്പീരിയൻസിൽ പറയാണ് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ആ ഫാനും അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ഡിസൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമേ നോക്കിയാൽ ഒരു ട്രഡീഷണൽ ലുക്കാണ്. പക്ഷെ അതിലും വെറൈറ്റിയാണ് ഇത് ഇവിടുത്തെ ജനലുകളല്ലേ. പൊക്കിക്കോ ജനലിലെ കർട്ടൻ. ഇത് ആക്ച്വലി നല്ല രസമുണ്ട്. ഇതിന്റെ മരം ഈ ഇന്തോനേഷ്യന്ന് വരുന്നതാണ്. ഇരുള് എന്നൊക്കെ തോന്നുന്നു അതിന്റെ പേര്. പിന്നെ ഈ ഒരു മോഡല് ഞാന് പിന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അതൊക്കെ പണ്ടത്തെ ജനാല, കിളിവാതിൽ എന്നൊക്കെ പറയും. നല്ല രസമുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെ എവിടെയും അധികം ഇപ്പൊ ആക്ച്വലി ഇങ്ങനത്തെ ഡിസൈൻസ് ഇപ്പൊ കാണാറില്ല. അപ്പം ഇത് ചെയ്യുമ്പോ ഒരു ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്യും. ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? ഇതൊക്കെ ഞാന് ഇതുപോലെ പ്രൊമോഷൻ ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ ഒരുപാട് കാണും. പിന്നെ നമ്മള് വീട് പണിയൊക്കെ തുടങ്ങുമ്പോ അവര് കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നല്ലൊരു പൈസ ആയി ഇതിന്. ആണോ? ഏകദേശം എത്രയൊക്കെയാണ് ഇതിന്? എന്താ ജനലും വാതിലൊക്കെ അടക്കം 1.5 ലക്ഷം റുപ്യ ആയി മൊത്തം. ഓക്കെ, പക്ഷെ വർത്താണ് അത്രയും ക്യാഷ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പിന്നെ മെഷീനിൽ അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്യാം. അതെ. ഓക്കെ, അപ്പം ഇതാണ് TV യൂണിറ്റ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, എല്ലായിടത്തും ഇരിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവില്ല എടുക്കാൻ. ഇത് ഞങ്ങളെ കൂടിയത്തെ കുട്ടികളുടെ ഇടയിൽ ശരിക്കും ഈ മോഡലാണ് നല്ലത്. അവർക്ക് തലകുത്തി മാറിയ ഓരോ പരിപാടികളാണ്. അതെ, ഇവിടെയും പെട്ടെന്ന് നോട്ടം കിട്ടുന്നത് ഈ ഒരു ക്ലോക്കിലേക്കും കൂടിയാണ്. ഇത് ഗിഫ്റ്റ് ആണോ, വാങ്ങിച്ചതാണോ? അല്ല, അത് താമരശ്ശേരി. അതൊരു എന്താ കൊളാബറേഷനിൽ പെടും. അത് എനിക്ക് കുറെ കംഫർട്ട് സെറ്റ്, ഇത് അങ്ങനെ കുറച്ച് സാധനങ്ങള്, പിന്നെ ആ പഴയ മോഡൽ ക്ലോക്കില്ലേ
ആ സാധനങ്ങളൊക്കെ അവിടുന്ന് അങ്ങനെ കിട്ടിയത്. ഗിഫ്റ്റ്. ഇവിടെ ലൈറ്റ്സ് മാത്രമല്ല, ഭയങ്കര ഡിഫറെന്റ് ക്ലോക്കുകളും ഉണ്ട്. സമയം ശരിയായി എന്ന് കാണിക്കാനാണ് എല്ലായിടത്തും കുറെ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെയും ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഇത് ചെയ്തേക്കുന്നത്. ഇതെന്തത്? ഇത് ബർഗോള. എഞ്ചിനീയർ പറഞ്ഞു ഇപ്പൊ എനിക്ക് നല്ല വെളിച്ചം വേണം, കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ വീഡിയോസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോ ഹാളില് നല്ല വെളിച്ചം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ബർഗോള വെച്ചാൽ മതി. ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു കോണി ഉണ്ടായിരുന്നു. കോണി ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചാ, തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പലക അടിക്കാൻ നിന്നപ്പോ ഞാൻ വേണ്ട. അപ്പൊ എഞ്ചിനീയറും പറഞ്ഞു ആ ഭാഗം നിനക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ എന്നേലും 2 നില എടുക്കുകയാണെങ്കിൽ മാത്രം ഈ ബർഗോള നിന്ന സ്ഥലത്ത് കൂടി നിനക്ക് കോണി വെക്കാം. ചിലപ്പോ 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ ആ 10 കൊല്ലം ആ കോണി ഒരു തടസ്സല്ലേ. അതെ. അപ്പൊ പുറത്തു കൂടി കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയൊക്കെ ചെയ്തു? അങ്ങനെ കിച്ചണിൽ അങ്ങനെ കുറെ, കിച്ചണ് ചെറുതായിരുന്നു. അതേമാതിരി പഴയ മോഡൽ സ്റ്റോർ റൂം ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റോർ റൂം ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ബോക്സുകൾ മാത്രമാക്കിയിട്ട് കുറച്ചിങ്ങനെ വലുതാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ വീട് തുടങ്ങുന്ന സമയത്ത് ഞാൻ അരി ഗോഡൌണിൽ ജോലി ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഡിസൈനുകളൊന്നും ചെയ്യാനുള്ള ധൈര്യമല്ല. നമ്മള് ഇങ്ങനെ ഇത്ര സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ തുടങ്ങി വെച്ചു തന്നെ ഉള്ളൂ. പിന്നെയാണ് നമുക്ക് ഇങ്ങനെ വരുമാനമൊക്കെ കിട്ടല് തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഇതൊക്കെ വന്നത്. ആദ്യം എനിക്ക് ഇതിലേറെ സ്ക്വയർ ഫീറ്റ് എഞ്ചിനീയർ ഇട്ടിരുന്നു. ഞാൻ അതിന് കുറച്ചതാണ്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ പണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്നതിനേക്കാൾ മൊഞ്ചനായിട്ടുണ്ട്. ഞങ്ങള് വന്നപ്പോ തന്നെ പറയുന്നത് അന്നൊന്നും ഒരു വലിയൊരു വരുമാനം ആയിട്ടില്ല. കാരണം നമ്മള് സംഭവം വീഡിയോ ചെയ്യല് തുടങ്ങിയിട്ട് കുറെ കൊല്ലായി. പക്ഷെ നമുക്കിത് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാർ കാണുമ്പോ നിങ്ങൾ ഇപ്പോഴും ഈ അരികോടോണിൽ തന്നെയാണോ അങ്ങനെയൊക്കെ. ഞങ്ങളിപ്പോ 3 വർഷമായിട്ടുള്ളൂ അതിന് പണിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വരുമാനം കിട്ടി തുടങ്ങി. അതേമാതിരി യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല അന്ന്. ടിക്ടോക്കും അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമും ഉണ്ടായിരുന്നു. പിന്നെ പ്രൊമോഷൻസ് ഒന്നും കിട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് പ്രൊമോഷനൊക്കെ കിട്ടി തുടങ്ങിയത്. അതാണ് അതിന്റെ ഒരു മാറ്റം അല്ലേ. കുറച്ച് സന്തോഷം വരുമ്പോ ആൾക്കാർക്ക് ഒരു മാറ്റം നമുക്ക് കാണുമ്പോ തന്നെ ഫീൽ ചെയ്യും. ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ അന്ന് മുതൽ കണ്ടിരുന്ന ആൾക്കാരാണ്, നിങ്ങൾ നല്ല നിലയിൽ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ടി വി ഏരിയ വെച്ചിട്ടുണ്ടോ? അതെ. ഇത് എത്ര ഇഞ്ച് ടി വി ആണ്? ഇത് 56 എത്രയാണ്? ഇത് മാർബിൾ അല്ലല്ലോ. അല്ല, അത് ഇന്റീരിയർ വർക്കാണ്. പക്ഷെ കൊള്ളാം. ഇതും ആ ടേബിളുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടല്ലേ? അതൊക്കെ എങ്ങനെയാണ് ആയതാണ്? ഒന്നും അറിയില്ല സത്യം പറയും. വീട് പണിയുമ്പോ എവിടെയായിരുന്നു? നമ്മള് ഫുള്ള് വർക്കിലല്ലേ കാരം. ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അധികം വൈഫാണ് നോക്കിയെന്ന്. എന്നാലും ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കും. പണി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോ എത്തും. അപ്പൊ വന്ന് നോക്കും. അല്ലാതെ ഇവര് പിന്നാലെ അങ്ങനെ നടന്നിട്ട് പണിയെടുപ്പിക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ടി വി യൂണിറ്റ്, പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിലാണ്. വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ വയറും കാര്യങ്ങളൊക്കെ കാണും. ഇതിപ്പോ ഞാൻ എന്റെ ഹോം ടൂർ എടുക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നേ. ഞാൻ എന്റെ ഹോം ടൂർ എടുക്കുന്നത്. ഞാനാ പറയുന്നത് വയറൊക്കെ കാണുന്നോണ്ട് വൃത്തിയുടായതുകൊണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. നിങ്ങളിത് പറയണ്ടേ? നിന്റെ വിചാരം വെറുതെ ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചിരിക്കാന്നല്ലേ? ഇത് എനിക്ക് മനസ്സിലായി. അടിയിൽ സ്റ്റോറേജ് ഉണ്ട് പറഞ്ഞപ്പോഴേ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ബെഡ്റൂംസ് ഉണ്ടോ? 3 ആരുടെയൊക്കെയാണ് 3? ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഞാനും വൈഫും പിന്നെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ തന്നെയാണ്. അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവിടേക്ക് കിഡ്സ് റൂം ഉണ്ട്. അവിടെ വലിയ കുട്ടിയൊക്കെ അവിടെ കിടക്കും. ചിലപ്പോ ചെറുതൊക്കെ അവിടെ പോയി കിടക്കും. പിന്നെ ഈ റൂം പറഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. അതെ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ആക്ച്വലി ഒരു റിസോർട്ട് വൈബ് ഉണ്ട്. അതെ, ഞാനിങ്ങനെ റിസോർട്ടിന്റെ വീഡിയോകൾ കുറെ ചെയ്യാൻ പോകുമ്പോ അവിടുന്ന് ഇങ്ങനെ കാണുമ്പോ ആ ഒരു മോഡലിലാണ് ഞാൻ ഇവിടുത്തെ ബാത്റൂം അതേപോലത്തെ ബെഡ്റൂം എല്ലാം സെറ്റ് ചെയ്തത്. ശരിയാ, ശരിക്കും ആ ഒരു വൈബാ. ഈ ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ശരിക്കും ഒരു റിസോർട്ട് വൈബാ. ഓക്കെ, അപ്പം ഇതാണ് കബോർഡ്. തുറക്കട്ടെ? തുറക്കാവോ?
ആ കുഴപ്പമില്ലാതെ കരുതാ. പെർഫ്യൂം കളക്ഷൻ പെർഫ്യൂം ഫ്രീക്ക് ആണോ? ഇതൊക്കെ നമ്മള് ഗൾഫില് ഇപ്പൊ അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ. 1 മാസം മുന്നേ അവിടെയായിരുന്നു. അപ്പൊ അവിടുത്തെ അസറൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനീന്റെ സാധനം. ഓക്കെ. അവിടുത്തെ ഒരു വ്ളോഗറാണ്. അവന് ഇങ്ങനെ എന്താ ഫേമസ് ആയതാണ് പെട്ടെന്ന് ഇങ്ങനത്തെ സാധനമൊക്കെ വിറ്റ് അങ്ങനെ ഫേമസ് ആയത്. അപ്പൊ അവൻ തന്ന ഗിഫ്റ്റാണ് ഈ സാധനമൊക്കെ. ഇത് 2 ഇതൊക്കെ ഭയങ്കര നല്ല മണല്ല സാധനം. മണം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബട്ട് എനിക്ക് മനസ്സിലാവും. അത് ചില ആൾക്കാർക്ക് ഇത് ഇതായിരിക്കും. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ്. അങ്ങനെ ഇത് ആക്ച്വലി കൊള്ളാം. ഓക്കെ, അടക്കട്ടെ. ആയിക്കോട്ടെ. എന്ത് ഇതിലും മിറർ കൊടുക്കാഞ്ഞേ? ഇതിൽ വെച്ചതുകൊണ്ടാണോ? അപ്പം ഇതാണ് നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് അല്ലേ. ഇത് എന്ത് ധൈര്യത്തിൽ ഈ വൈറ്റ് സെലക്ട് ചെയ്തേ? കാരണം കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ്ടേ? നമ്മള് അങ്ങനെ ഇങ്ങനത്തെ വീട്ടിലേക്ക് മാറുമ്പോ നമ്മള് ഓൾറെഡി മാറും. ഇപ്പൊ ഞാനൊക്കെ ആദ്യം ആ വീട്ടിലാവുമ്പോള് നേരെ ചെരുപ്പൊക്കെ ഓടിയാണ് കേറും. ഇപ്പൊ ആദ്യത്തെ 2 ദിവസമൊക്കെ വൈഫ് കാലേക്കിട്ട് കേറി. അപ്പൊ ഇങ്ങനത്തെ വീട്ടിൽ കയറുമ്പോ നമ്മൾ ഓൾറെഡി മാറും, നമ്മളും ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ. ഇവിടെ ഒരു വിൻഡോ ഉണ്ടല്ലേ? ഇവിടെയൊക്കെ നമ്മുടെ നോർമൽ വിൻഡോ തന്നെ. ഫ്രണ്ട് ആയ ഏരിയാസിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. ഇതിന്റെ ഈ ബെഡ്റൂമിന്റെ ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ വാഷ്റൂം. പ്രത്യേകിച്ച് ഇതിന്റെ ഈ ഡോർ തന്നെ, ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഫുള്ള് ഗ്ലാസ് ആണ്. ഇത് എന്നോട് ഇൻസ്റ്റയിലൊരു ചങ്ങായി അവനക്ക് ഇങ്ങനെ വർക്ക് കുറവാണ്, എന്തെങ്കിലും വർക്ക് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാ. ഇതിന് അങ്ങനെ 80,000 രൂപയോളായി ഈ ബാത്റൂം ഫുള്ള് ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ. ഇതിന് മാത്രല്ല ഇതിന്റെ ഉള്ളിലത്തെ ഫുള്ള് ഗ്ലാസ് വർക്കും അവരാ ചെയ്തു. ഇതും മാർബിൾ ആണല്ലേ ഫുള്ള്? ഒരു പ്രീമിയം വാഷ്റൂം, വലിയ മിറർ ഉണ്ട്, കൊള്ളാം. ഇതില് ഇതാണ് ഞാൻ റിസോർട്ടിലൊക്കെ നമ്മുടെ എപ്പോഴും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്തത്. അപ്പൊ അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഈ മോഡലിൽ ചെയ്യണം. ഗ്ലാസിന്റെ വർക്ക് ഉണ്ടോ ചോദിച്ചു. ഗ്ലാസിന്റെ വർക്ക് ഉണ്ട്, ഇങ്ങോട്ട് വാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ്. ഇനിയിപ്പോ ഓന് മുനീറിന്റെ വർക്ക് ഞാൻ പറഞ്ഞ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം വാഷ്റൂം. ഇതൊക്കെ അത് പിന്നെ വൈഫൊക്കെ കോൾഗേറ്റും ബ്രഷൊക്കെ ഇടാനല്ല. അപ്പൊ വൈഫ് ഇവിടുന്ന് ഓൺലൈനിൽ നിന്ന് കുറെ പർച്ചേസ് ചെയ്ത. അങ്ങനെ കിച്ചണിലും കുറെ സംഭവങ്ങൾ അവള് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് മാർബിൾ അല്ലേ മൊത്തം? അത് ഫുള്ള് മാർബിൾ. അടിപൊളി. ഒരു പ്രീമിയം, ഒരു റിസോർട്ടിന്റെ ഒരു പ്രീമിയം റൂം വൈബാണ് ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂമും ഈ ഒരു വാഷ്റൂം ഒക്കെ. ഓക്കെ, അടുത്തത് നമ്മള് കിഡ്സ് ബെഡ്റൂമിലേക്കാണ്. പക്ഷെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ആദ്യം ബാത്റൂം ഇതുവരെ ഉണ്ടായിരുന്നു. ആണോ? പക്ഷെ അത് ഞാൻ പിന്നെ ഈ ഒരു ഏരിയക്ക് വേണ്ടിട്ട് മാത്രല്ല, ആ ഭാഗത്താണെങ്കിൽ ഒരു ഓപ്പൺ ആവും. ഇപ്പൊ ഗസ്റ്റുകൾ ഇരിക്കുമ്പോ നേരെ അങ്ങോട്ട് കാണും. ഈ ഡോറ് അവിടെ വന്നിരുന്നു. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ആവുമ്പോ ഒരു പ്രൈവസി ഉണ്ടാവും. അപ്പൊ ഈ ഭാഗം ഇങ്ങനെ ഒരു വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമായപ്പോ ഞാൻ ഈ സംഭവം വാഷ് ബേസ് ഇവിടെ വെച്ച്. ആക്ച്വലി അത് നല്ലതാ. സാധാരണ കൂടുതലും നമ്മൾ ഡൈനിങ് ടേബിളിന് അടുത്തായിരിക്കും മിക്ക സ്ഥലങ്ങളിലും വാഷ് ഏരിയ കാണുന്നത്. മാറ്റി വെക്കുന്നത് കുറച്ചുകൂടി നല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കിഡ്സ് ഏരിയയിലേക്ക് പോകാം. ആക്ച്വലി ഇവിടുത്തെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കിഡ്സും ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും. ശരിക്കും കിഡ്സ് റൂം പറഞ്ഞു കഴിഞ്ഞാല് വലിയ റൂമില് കുറെ കുട്ടികൾക്ക് കളിക്കാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്കുള്ളൊരു റൂം അവര് വലുതാവുമ്പോൾ യൂസ് ചെയ്യാനുള്ളതല്ലേ. പക്ഷേ കൊള്ളാം. ചിലവര് 2 തട്ടൊക്കെ ഉള്ള ബെഡൊക്കെ വയ്ക്കും. ഇവിടെ ഒരു ഫുൾ മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ സെലക്ഷൻ ഒക്കെ വൈഫിന്റെ അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇത് രണ്ടും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഒരു മിറർ മാത്രല്ല ബാത്റൂമിന്റെ ഡോറും കൂടിയാണ്. ഞാൻ ആക്ച്വലി അത് ചോദിക്കാൻ വരുമായിരുന്നു, ഈ റൂം അറ്റാച്ച്ഡ് അല്ലേന്ന്. ഗൈസ്, ആക്ച്വലി ഇത് മിറർ മാത്രല്ല കേട്ടോ, ഇവിടെ വാഷ്റൂമിന്റെ ഡോറും കൂടി ഉണ്ട്. ഓക്കെ. ഇതും ഒരു പ്രീമിയം ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടില്ലേ? ഓക്കെ, അതിനേക്കാളും കുറച്ച് സ്പേസ് ചെറുതാണെങ്കിലും കാരണം അതുവരെ ഉണ്ടായിരുന്നു. ഓക്കെ,
2 ബാത്റൂമും ഒരേ വലിപ്പമായിരുന്നു ആദ്യം. പിന്നെ അത് ഈ ബാത്റൂം കുറച്ച് ചുരുക്കിയത്. ചുരുക്കി. പക്ഷെ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, ഇത് ഒരു ഡോറാണെന്ന്. ഇത് ആക്ച്വലി കൊള്ളാം. അടുത്തത് നമ്മള് കിച്ചണിലേക്കാണ് പോകുന്നത്. അതെ, ഒരു വീടിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് കിച്ചൺ ആണെന്നാണ് എല്ലാവരും പറയാം. പക്ഷെ കിച്ചണിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുൻപേ നമുക്ക് ഒരാളും കൂടെ വേണം അല്ലേ? അതെ. ആരത്? വൈഫിന്റെ. വൈഫിനെ വിളിക്കാം അല്ലെ? വൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. കാരണം മൊത്തത്തിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വൈഫ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് വൈഫിനെ വിളിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫാരിഷ. അപ്പോ പുതിയ വീട്ടില് ഞാൻ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ചോദിക്കുമ്പോൾ ആൾക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. എല്ലാം വൈഫാണ് സെലക്ട് ചെയ്തത്, വൈഫിന്റെ ഐഡിയ ആണ്, വൈഫിന്റെ ഡിസൈൻ ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ഐഡിയാസ് കൊടുത്തു കിച്ചണിലേക്ക്? എന്റേതായിട്ട് എന്ന് പറയാന് ഞാൻ ഫുൾ ഇൻസ്റ്റയില് കണ്ടിട്ടാണ്, അല്ലാണ്ട് വേറെ എന്റെ പ്രത്യേകിച്ച് ഐഡിയകളൊന്നുമില്ല. രാവിലെ തൊട്ട് ഇൻസ്റ്റയാണല്ലോ, അപ്പൊ അതിലങ്ങനെ ഇപ്പൊ വീടിരിക്കലായിട്ടും വീടിന്റെ പണിയായിട്ടും എന്റെ ഇൻസ്റ്റ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒന്നല്ലെങ്കിൽ ഡ്രസ്സിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഇന്റീരിയലും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുള്ള് ഇൻസ്റ്റന്നാണ്. ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒക്കെ ഇൻസ്റ്റന്നാണ്. ഈ ഓപ്പൺ കിച്ചണും ഒക്കെ ഓള ഐഡിയ ആയിരുന്നു. എന്ത് ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞു. ഇവിടെ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കവറപ്പ് ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ വേണമെന്ന് ഒരു ആഗ്രഹം. വീട്ടുകാരൊക്കെ ഇത് എന്താ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണൂലേ കിച്ചണില് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഇങ്ങനെ ആക്കി. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കാണുകയും ചെയ്യാം. അതിനു വേണ്ടിട്ടല്ലേ. അപ്പോ നമുക്ക് കിച്ചണിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതായത് കുക്കൊക്കെ ചെയ്ത് ഇവിടെ വെച്ചു കൊടുത്താൽ മതി. ആളെടുത്ത് കഴിക്കൂന്ന് ഓൾറെഡി പറഞ്ഞു. ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ല. ഹെൽപ്പ് ഒന്നുമില്ല. ഇല്ല, ഇവിടെ വന്നതിന് ശേഷം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീട്ടിലായിരുന്നു പറഞ്ഞിരുന്നു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് ഹെൽപ്പ് ആക്കരാം, എല്ലാത്തിനും ഇതാണ്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിച്ചിട്ടില്ല. ചെടി അലക്കലില്ലേ? ചെടി അലക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുണ്ട്. അത് പ്ലാസ്റ്റിക് ആണോ? അപ്പം ഇത് മൊത്തം മാർബിൾ അല്ലേ? അല്ല, ഇത് ടൈലാണ്. ടൈലാണ്. ഓക്കെ. ഇവിടെ ഈ കളേഴ്സ് ഒക്കെ മിക്ക കളേഴ്സും സെലക്ട് ചെയ്തത് ഫാരിഷയാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കളേഴ്സ് ആണോ? പേസ്റ്റൽ കളേഴ്സ് ആണോ? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എടുത്ത് കാണിക്കുന്ന കളറിനായിട്ട് താല്പര്യമില്ല. ഫുള്ള് ലൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് എനിക്ക് താല്പര്യം. നമ്മളെ മൈൻഡ് എപ്പോഴും കൂളാവും ഇങ്ങനത്തെ കളറൊക്കെ ആവുമ്പോ. അതാണ് ഇവർക്ക് കൂടുതൽ വുഡന്റെ ഇതിനായിട്ടാണ് താല്പര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടാണ് ഈ ഒരു കളറിലേക്ക് വന്നിക്കണേ. വുഡന് വളരെ കുറവായിരിക്കും. ഫുള്ള് ഒരു ലൈറ്റ് കളറാണ് എന്താ വാളാണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ ഒരു ലൈറ്റ് കളറിക്കാണ്. എനിക്കൊരു ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് എപ്പോഴും ഈ ഒരു കളറാണെങ്കിൽ കൂളാക്കണം. അതുകൊണ്ടാണ് എടുത്തത്. ഓക്കെ. അപ്പൊ ഇതിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ ക്യൂട്ട് കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ മിക്കതും ഫാരിഷയാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. അതൊക്കെ വീടിരിക്കലാന്ന് പ്ലാൻ ചെയ്തതിന്റെ മുന്നേ തന്നെ ഞാൻ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കിച്ചണൊക്കെ വരുമ്പോ അതിലുള്ള ഫുള്ള് സെറ്റും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു. ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഫാരിഷ കുക്ക് ചെയ്തത് എന്താ? കൊറേ ദിവസമായി കാറ്ററിംഗ് ഭക്ഷണം തന്നെ എനിക്ക് ചൂടാക്കി തരുന്നു. അപ്പൊ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല? ഇല്ല. അന്ന് അൻവർ പോലെ കാറ്ററിംഗ് കുറെ സാധനം ബാക്കി ഉണ്ടായിരുന്നു. ചിക്കൻ കറി അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നോമ്പിനൊക്കെ എനിക്ക് അതന്നെ എടുത്ത് ചൂടാക്കി തരും. അല്ലട്ടോ, നോമ്പിനില്ല, നോമ്പിന് ഫ്രഷ് ആണ്. എനിക്ക് ജലദോഷം അതൊക്കെ ആയിട്ട് വയ്യായ ഇതുണ്ടായി. അപ്പൊ അതുകൊണ്ട് 2 ദിവസം ഇത് തീരണല്ലോ, അതുകൊണ്ട് ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേർക്കും കൂടെ ഫേവറേറ്റ് ചെയ്ത സ്ഥലാ നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ? പുറത്ത് ഞങ്ങള് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈവനിങ് വൈകുന്നേരമൊക്കെ ഞങ്ങള് അവിടെ ഇരിക്കലുണ്ട്. അവിടുത്തെ വീട്ടിലായിരുന്നു വൈകുന്നേരം അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന ഒരു കല്ലുണ്ട്, അവിടെ വന്ന് പാറൊക്കെ പൊട്ടിച്ചപ്പോ ഇത്ര പോകുന്ന ഒരു കല്ല് പീസ് നല്ലൊരു കഷ്ണം കിട്ടിയിരുന്നു. അത് ഞങ്ങൾ അവിടെയും സെറ്റ് ചെയ്തിരുന്നു.
അപ്പൊ അത് ഇങ്ങോട്ട് കൊടുന്നു. അതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതും ഉണ്ട്. പിന്നെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയ ഒരു ബെഞ്ചും ഉണ്ട്. അവിടെ ഇരിക്കാതൊരു സമയം കിട്ടിയിട്ടില്ല. അതെന്താ? പിന്നെ വീടിരിക്കല് കഴിഞ്ഞാൽ കുറച്ച് ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ കൊറേ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. വന്ന ഹൗസ് വാമിംഗ് ആയിട്ട് കൊറേ നിലത്ത് കൂടി ഒക്കെ കൊറേ ആൾക്കാര് വലിച്ചു പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊറേ ടൈം പോയി. ഫാരിഷ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് എന്താ? ഇവിടെ ഓർഡർ എടുത്ത ഫാരിഷ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? ഓള് ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി അങ്ങനെ പല സംഭവം ചെയ്യും. ഒച്ച ഉണ്ടാക്കണ്ടേ? എന്താടാ ഭയങ്കര ശരി ഉമ്മ കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ? അവള് എന്താ അവളെ വീട്ടിൽ തന്നെ ഓലൊരു 12 മക്കളുണ്ട്. 6 പെണ്ണും 6 ആണും. അപ്പൊ അവരിൽ തന്നെ ഏറ്റവും നല്ല കുക്കുകളില് ഒന്ന് ഇവിടെ മൂത്ത ഏട്ടത്തിയും പിന്നെ പെണ്ണുങ്ങളിലെ ഏറ്റവും ചെറുതും ഇവിടാണ്. ഓല് രണ്ടാളുമാണ് ഏറ്റവും നല്ല കുക്ക്. അപ്പൊ അവിടെ വരുമ്പോ അവിടുത്തെ മരുമക്കളൊക്കെ ഇവിടെ കൊണ്ടാണ് കുക്ക് ചെയ്യിക്കല്. അപ്പൊ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കൽ തുടങ്ങിയത്. അയ്യോടാ. പിന്നെ ഇവിടുത്തെ ഒരു പ്രീമിയം സെക്ഷൻ ആണല്ലേ ഇത്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ വീടുകളിലെയും പോലെ ഷോക്ക് വെക്കുന്നതാണോ യൂസ് ചെയ്യാത്ത? ഇതില് ചിലതൊക്കെ യൂസ് ചെയ്യലുണ്ട് അല്ലേ? ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഈ ട്രേ യൂസ് ചെയ്തിരുന്നു അതിഥികളൊക്കെ വരുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ അടിയത്തെ പ്ലേറ്റ് അതൊക്കെ പണ്ടത്തെ ഉമ്മമാരല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യല് തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ഷോക്കേസിൽ എടുത്ത് വെക്കുന്ന പരിപാടി. ഞങ്ങക്ക് തരില്ല, ഗസ്റ്റിനും കൊടുക്കില്ല. പിന്നെ എന്തിനാ? ഓക്കെ. ഇവിടെ പിന്നെ മിക്സി ഇവിടെ ശരിക്കും ഒരു ഓണ് വരാണ്ട് വാങ്ങാണ്ട് എനിക്കൊക്കെ പാടെ ടൈം കിട്ടിയില്ല. ഓക്കെ, അതിനുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ ഫ്രിഡ്ജ്. ഓക്കെ. എന്റെ ഈ ഫ്രിഡ്ജിന്റെ പ്രത്യേകത ഇത് ഇങ്ങനെ ടച്ച് ആണ്. ഇത് എങ്ങനെയാടി എന്തൊക്കെയാ അയാള് കാണിച്ചു തന്നിരുന്നു. എന്തൊക്കെയാ സംഭവം ഉണ്ട്. വൈഫൈ എന്തൊക്കെയാ ബ്ലാക്ക് കളർ വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇത് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഈ കിച്ചണ് ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ അടുപ്പ് അങ്ങനെയായിരുന്നു. അപ്പൊ ആ വാതിലൊക്കെ കട്ട് ചെയ്തതാണ്. വാതിൽ വന്നിട്ടില്ല, ഇങ്ങനെ പ്ലാനിലുണ്ടായിരുന്നു. അപ്പൊ കിച്ചൺ ഒന്ന് വലുതായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. ഇവിടെ സ്റ്റോർ റൂമിന്റെ വാതിലുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ആക്കി. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അതാ കുറച്ചും കൂടി ഈസി അല്ലേ? നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒറ്റടിക്ക് കാര്യങ്ങൾ നടക്കും, ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പ്. പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ. അങ്ങോട്ട് പുറത്തേക്ക് അല്ല വാതില്. ഓക്കെ. ഇവിടെയും ആ ജനലിൽ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി പഴയ ആ ഒരു ഇതൊക്കെ ആരുടെ ഐഡിയ? അത് ഞങ്ങള് പറഞ്ഞില്ല, ഒരു വീട് കണ്ടിരുന്നു. പുറത്തതൊക്കെ എന്റെ ഐഡിയ ആണ്. പുറത്തൊക്കെ ഒരു ഐഡിയയും ഉള്ളിലത്തെ ഐഡിയയും അങ്ങനെ. ഞങ്ങളൊരു വീട് കണ്ടിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഒരു ചെയ്തത്. അത് 2 നില വാർപ്പ് വീടാണ്. ഇതേപോലെ ഓടിട്ട വീടാണ്. 2 അല്ല 3 ഉണ്ട്. 3 ഉണ്ട് അല്ലേ? അത് കൊറേ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. അയാളെ ഫണ്ട് തീർന്നു തരാം. അപ്പൊ അങ്ങനെ ഇട്ടിക്കാൻ തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് നേരത്തെ അകത്തെന്ന് പറഞ്ഞതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ അല്ലേ? അതെ അതെ. ഇത് ആ കോഴിക്കോട് ഉള്ള ടീം ചെയ്തതാണ്. ഇതിനൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഇങ്ങനെ കടഞ്ഞെടുത്തിട്ട് ഇത് മറ്റേ ജനൽ അല്ലേ? ഇതിന്റെ ഒക്കെ മോൾ ഭാഗം ആ സാധനം തന്നെ കേട്ടോ. അത് ആക്ച്വലി ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. അതിന് ചെറിയ ഓപ്പണിംഗ് ഉണ്ടല്ലേ മേലെ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് കുറെ മുന്നേ അങ്ങനെ ഒരു വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തു. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തം വീടിന്റെ ഹോം ടൂർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തതാ വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു മാറ്റമാണ് നമ്മൾ നോക്കുമ്പോൾ ലൈഫിൽ കാണുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കട്ടെ. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ന്യൂ ഹോം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇഞ്ചി, my meal partner.